അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഷിഫ ഖുർആൻ തഫ്സീർ ക്ലാസ്സിൻ്റെ 26-ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ മുൽക്കിലെ 27-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون. ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഫലമ്മ റഔഹു, കഴിഞ്ഞ വചനത്തിൽ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. സത്യനിഷേധികളായ ആളുകൾ പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളിലേക്ക് വരുമ്പോഴൊക്കെ പലപ്പോഴും കളിയാക്കാറുണ്ട്. എപ്പോഴാണ് പരലോകമുണ്ടാകുക, എപ്പോഴാ ഖിയാമത്ത് നാൾ വരിക, എപ്പോഴാ അള്ളാഹുവിൻ്റെ ശിക്ഷ വരിക എന്ന് പറഞ്ഞ് അവർ പല രീതിയിൽ ചോദ്യം ചോദിച്ച് കളിയാക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ടൈം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രവാചകൻ നൽകിയ മറുപടി അതാണ് കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിനെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമാണുള്ളത്, ഞാൻ ഒരു താക്കീതുകാരൻ മാത്രമാണ് എന്നുള്ള പ്രഖ്യാപനം. ശേഷം അള്ളാഹു പറയുകയാണ് ഫലമ്മ റഔഹു, അങ്ങനെ സത്യനിഷേധികളായ അവർ റഔഹു, അതിനെ അവർ കാണുമ്പോൾ, അഥവാ ആ ശിക്ഷയെ അല്ലെങ്കിൽ പരലോകത്തെ ഖിയാമത്ത് നാളിനെ അവിടെ നേരിട്ട് അവർ ശിക്ഷ കാണണം. സുൽഫത്തൻ, എവിടെ കാണുന്നത്? അവരുടെ കൺമുന്നിൽ, അവരുടെ തൊട്ടടുത്താണ് അവർ കാണുന്നത്. സീഅത്ത് വുജൂഹുല്ലദീന കഫറു, കാഫിറുകളായ സത്യനിഷേധികളായ ആളുകളുടെ മുഖങ്ങൾ. സീഅത്ത്, സാ എന്ന് പറഞ്ഞാൽ മോശമാകുക എന്നുള്ളതാണ്. ഇവിടെ സീഅത്ത് മോശമാക്കപ്പെടും എന്ന് പറഞ്ഞാൽ വിരൂപമാക്കപ്പെടും, വികൃതമാക്കപ്പെടും, പേടി കൊണ്ട്, വേജാറ് കൊണ്ട്. വുജൂഹ് എന്ന് പറഞ്ഞാൽ, വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖമാണ്, വുജൂഹ് എന്ന് പറഞ്ഞാൽ മുഖങ്ങൾ. അപ്പോൾ മുഖങ്ങൾ വികൃതമാക്കപ്പെടും, മോശമാക്കപ്പെടും. അല്ലദീന കഫറു, ആരുടെ മുഖങ്ങൾ? കാഫിറുകളായ സത്യനിഷേധികളായ ആളുകളുടെ. വഖീല, പറയപ്പെടുകയും ചെയ്യും, ഹാദല്ലദീ, ഇതാണ്, കുൻതും ബിഹി തദ്ദഊൻ, നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി വാദിച്ചിരുന്നില്ലേ, നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ എവിടെയാണ് ശിക്ഷ എന്ന് നിങ്ങൾ ചോദിച്ചിരുന്ന ആ സംഗതി ഇതാണ്. യദ്ദഇ എന്ന് പറഞ്ഞാൽ, യദ്ദഇ എന്ന് പറഞ്ഞാൽ വാദിക്കുക, ജൽപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അഥവാ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ വാദിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഗതിയാണ് ഇത് എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന രീതി പരലോകത്തുണ്ടാകുമെന്ന്. അഥവാ ദുനിയാവിൽ അവർ പ്രവാചകന്മാരെ പരിഹസിച്ചതിൻ്റെ ഒരു തിക്തഫലം അവർ കൺമുന്നിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, യഅനി അന്ന മഹല്ല തക്ദീബിൽ കുഫാരി വഗുറൂറുഹിം ബിഹി ഹൈന കാനൂ ഫിദ്ദുനിയ ഫഇദാ കാന യൗമുൽ ജസാ. അതെ, അവർ ദുനിയാവിലാകുന്ന സമയത്ത് അവരിതിനെ നിഷേധിക്കുകയായിരുന്നു, അവരിതിനെ കളവാക്കുകയായിരുന്നേ, അങ്ങനെയൊന്നുമില്ല എന്ന നിലക്കാണ് അവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത്. അങ്ങനെ യൗമുൽ ജസാ എത്തുമ്പോൾ, പരലോകമെത്തുന്ന സമയത്ത്, വറഅവുൽ അദാബ മിൻഹും സുൽഫത്തൻ, അവർ തൊട്ടടുത്ത്, അല്ലെങ്കിൽ ഖരീബൻ, അവർ തൊട്ടടുത്ത്, അവരുടെ മുമ്പിലൊക്കെ അവർ ശിക്ഷ കാണുമ്പോൾ സാഅഹും ദാലിക്, അത് അവർക്ക് ഭയങ്കര പ്രയാസാകും, അവരത് മോശമാകും. വ അഫ്ലഅഹും, അത് അവരെ വഷളാക്കും. വഖൽഖല അഫ്ഇദതുഹും, അവരുടെ ഹൃദയങ്ങൾക്ക് അത് പ്രയാസമുണ്ടാക്കും. ഫതഗയ്യറത് ലിദാലിക വുജൂഹുഹും, അവരുടെ മുഖങ്ങൾ വിവർണമാകാൻ തുടങ്ങും, അത് വിരൂപമാകാൻ തുടങ്ങും. വബുബ്ബിഹു അല തക്ദീബിഹിം, അവർ കളവാക്കിയതിന് അതവരെ മോശമാക്കും. വഖീല ലഹും, അങ്ങനെ അവരോട് പറയും, ഹാദല്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ, നിങ്ങൾ കളവാക്കിയില്ലേ, ആ കളവാക്കിയ, നിങ്ങൾ നിഷേധിച്ച ആ ശിക്ഷയാണിത് എന്നവരോട് പറയപ്പെടും. ഫൽ യൗമ റഅയ്തുമൂഹു ഇയാനൻ, ഇതാ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും, ഇന്ന് നിങ്ങൾ ചോദിച്ചിരുന്ന ആ ശിക്ഷയെ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. വൻജലാലക്കുമുൽ അംർ, നിങ്ങൾക്ക് ഇതാ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. വതഖത്തഅത് ബിക്കുമുൽ അസ്ബാബ്, ഇതാ എല്ലാവിധ കാരണങ്ങളും ഇവിടെ
ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അല്ലേ, ദുനിയാവിനോട് വേർപിരിഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങൾ ചോദിച്ച പുതിയ ലോകത്ത്, പരലോകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. വലം യബ്ഖ ഇല്ല മുബാശറത്തുൽ അദാബ്. ഇനി നിങ്ങൾക്ക് ഈ ശിക്ഷയെ നേരിടുക എന്നല്ലാതെ നിങ്ങളിവിടെ ഇന്നും ഇനി ബാക്കി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്ന, അവരെ പരിഹസിക്കുന്ന വാചകങ്ങൾക്ക് അവർ സാക്ഷികളാകേണ്ടി വരുമെന്ന് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താണ് ഈ ആയത്തിൻ്റെ പൊതുവിലുള്ള അർത്ഥം? അങ്ങനെ ആ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യനാൾ തങ്ങൾക്കടുത്തായി അവർ കാണുമ്പോൾ സത്യനിഷേധികളുടെ മുഖങ്ങൾ വിരൂപമാക്കപ്പെടുകയും കറുത്തിരുണ്ടു പോകുകയും ചെയ്യും. അപ്പോൾ അവരോട് പറയപ്പെടും, ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ കാര്യം. ഇതാണ് ആയത്തിൻ്റെ അർത്ഥവും സഅദി പറഞ്ഞ വിശദീകരണവും ഒക്കെ. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും ദുനിയാവിൽ ജീവിക്കുന്ന സമയത്തൊക്കെ പിന്നെ ചെയ്യുക അല്ലേ, നാളെ ചെയ്യുക, നാളേക്കൊന്ന് ഉഷാറാകാം. ഇസ്ലാമികമായ വസ്ത്രധാരണം സ്വീകരിക്കണമെങ്കിൽ ഞാൻ കുറച്ചൊക്കെ പ്രായമാകട്ടെ, ഇപ്പം ഞാൻ ചെറുപ്പമാണല്ലോ, നിസ്കാരമൊക്കെ പ്രോപ്പറാണെങ്കിൽ കുറച്ചൊക്കെ കഴിയട്ടെ, കുറച്ചൊക്കെ ജീവിതം ഒന്ന് ആസ്വദിക്കട്ടെ, അടുത്ത റമളാനൊന്ന് ഉഷാറാകണം, അടുത്ത വർഷം ഒന്ന് ഉഷാറാകണം. ഇങ്ങനെ നമ്മൾ നീട്ടി വെച്ച് നമ്മുടെ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം, നമ്മുടെ ദീനിൻ്റെ പഠനം, നമ്മുടെ നന്മകൾ, നമ്മുടെ തഹജ്ജുദ്, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് തിന്മകൾ ഒഴിവാക്കുന്ന വിഷയം, ഇതിലൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പലപ്പോഴും നമ്മൾ നീട്ടിവെക്കുന്നത് എങ്ങോട്ടാണ്? മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്, ലാ തഖുൽ ഗദൻ ഗദൻ. നിങ്ങൾ നാളെ എന്ന് പറഞ്ഞിട്ട് നാളേക്ക് ഇങ്ങനെ നീട്ടിവെക്കല്ലേ. ദീനിയായ കാര്യങ്ങൾ, ഇബാദത്തുകൾ, ജീവിതത്തിൽ ചെയ്യേണ്ട നന്മകൾ അല്ലെങ്കിൽ തിന്മകൾ ഒഴിവാക്കുന്നതൊക്കെ നിങ്ങൾ നാളേക്ക് നീട്ടിവെക്കല്ലേ, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കല്ലേ. ഫഇന്നക ലാ തദ്രി മത്താ ഇലല്ലാഹ് മത്താ തസീറു ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എപ്പോഴാണ് നിങ്ങൾ യാത്ര തിരിക്കുക എന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. പെട്ടെന്ന് നമുക്ക് മരണം വരുമ്പോഴായിരിക്കും പടച്ചോനെ കഴിഞ്ഞല്ലോ, ശിക്ഷ മുന്നിൽ കാണുമ്പോൾ ഇവിടെ കാഫിറുകൾ പറഞ്ഞതുപോലെ അപ്പം നമ്മൾ വെപ്രാളപ്പെടും, അപ്പം നമ്മുടെ മുഖം മാറും, മുഖം വിവർണമാകും. ഈ അവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ആക്ഷൻ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഇന്ന് മരണം വന്നാൽ, ഇന്ന് അള്ളാഹുവിൻ്റെ റൂഹ് പിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എന്നും നമ്മൾ ആലോചിക്കുക, അതിനനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക, അതിനനുസരിച്ച് നിസ്കാരം പ്രോപ്പറാക്കുക, നിസ്കാരത്തിൽ ശ്രദ്ധ കൊണ്ടുവരാൻ നോക്കുക, വിശുദ്ധ ഖുർആനുമായി ബന്ധമുണ്ടാക്കുക. ഇങ്ങനെ നമുക്ക് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകളുമായി നമ്മൾ മുന്നോട്ട് പോകുക. റഹ്മാനായ റബ്ബ് അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.